ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രാഹുൽ ഗാന്ധി നിയോഗിച്ച ടെക്നിക്കൽ ടീം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അടിപതറും എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. 2014 ബിജെപി കൈവരിച്ച പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മോദി സർക്കാരിന്റെ ഇടപെടലുകൾ എല്ലാം തന്നെ അഴിമതി നിറഞ്ഞതായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വികസനം മുൻനിർത്തിയുള്ള പ്രചാരണം ബിജെപിയിൽ നിന്നും നഷ്ടമായെന്നാണ് സർവേയിൽ നിന്നും വ്യക്തമാകുന്നത്. ഡേറ്റ അനലിറ്റിക്സ് വിഭാഗം തലവൻ പ്രവീൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിൽ ഗ്രാമീണ മേഖലയിൽ പോലും റാഫേൽ അഴിമതിയും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. സർവേയിൽ 85% ആളുകളുടെയും അഭിപ്രായമനുസരിച്ച് റാഫേൽ വിഷയത്തിൽ അഴിമതി നടന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. ടെക്നിക്കൽ ടീം റിപ്പോർട്ടിൽ കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചത് ഈ കണ്ടെത്തലാണ്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള 2 മാസങ്ങളിൽ രാജ്യത്തെ 2 ലക്ഷം ബൂത്തുകളിലാണ് കോൺഗ്രസ് സർവേ നടത്തിയത്. വോട്ടർമാർ, കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ എന്നീ 3 വിഭാഗങ്ങളെ മുൻനിർത്തിയാണ് കോൺഗ്രസ് സർവേ നടത്തിയത്. ടെക്നിക്കൽ ടീം അഹമ്മദ് പട്ടേൽ, AK ആന്റണി, ജയറാം രമേശ്, P ചിദംബരം എന്നിവരടങ്ങുന്ന സ്പെഷ്യൽ ടീമിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും നൽകി. അതേസമയം സുപ്രീം കോടതി വിധിക്ക് ശേഷം റാഫേലിൽ ജനങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാനും കോൺഗ്രസ് സർവേ നടത്തുന്നുണ്ട്.